എന്താ വല്ലാത്തൊരു വിഷമം ഒക്കെ നിറഞ്ഞൊരു ഡേ ആണ് കേട്ടോ. കാരണം ജോലിക്ക് നിന്നിട്ട് പോലും ഒരു ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ല, എന്തോ അതൊക്കെ പോട്ടെ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ എന്നും ഇവിടെ ആൾ കാണും, കുഴപ്പമില്ല, എന്തായാലും വിശക്കെന്ന് പറയുമ്പോൾ എല്ലാം റെഡി അപ് ടു ഡേറ്റ് എല്ലാം കറക്റ്റാണ്. പക്ഷേ ഇന്നായപ്പോൾ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കൊരു മൂത്താവധിയും എന്തോ ഒരു വല്ലാത്തൊരു വിഷമം കാര്യങ്ങളുമൊക്കെ അങ്ങനെ. അപ്പം ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ. അന്നേരം ഇനിയുള്ള എല്ലാ റൂട്ടീനും ഞാൻ ഇനി കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാൻ കിടക്കുന്നു. അത് തൂക്കണം, അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പം അതെല്ലാം ഇന്ന് ചെയ്യണം. പിന്നെ പറ്റുന്നെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴണമെന്നുണ്ട്. കാരണം ഇവിടെ വീടിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണെന്ന്, അപ്പോൾ അവിടെ ഒന്ന് പോയി തൊഴണമെന്നൊക്കെയുണ്ട്. അപ്പം പതുക്കെ എല്ലാ ജോലികളൊക്കെ ചെയ്ത് റെഡിയാണ്. നമ്മുടെ ഈ മുല്ലമൊട്ടില്ലേ, ഇത് നമ്മൾ ഇതിൻ്റെ മണം പോവാതെ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കെട്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിനകത്ത് ഇങ്ങനെ ഇട്ട് അടച്ച് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേ നല്ല മണമാണ്. രാവിലെ വൈകുന്നേരം വരെ നമുക്ക് ഈ ആ ഒരു മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടിട്ടുണ്ടോ, ഞാൻ എന്ത് കണക്ക് ഈ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട കാര്യമാണ്. ഈ മുല്ലപ്പൂ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൂവാണെങ്കിൽ തന്നെയും ഇതെനിക്ക് കെട്ടിയിട്ട് അവിടെ എയർ കയറാതെ നല്ല ഭംഗിയായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നല്ല മണമായിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് ആ ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും നമുക്ക്. അങ്ങനെ ഞാൻ ദാണ്ടേ മാലയൊക്കെ ദാണ്ട് ഇതൊക്കെ കുഞ്ഞു വാഴയിലെടുത്തിട്ട് കുറച്ച് വെള്ളമാക്കി അതിനകത്ത് തളിച്ച് ഇനി മുല്ലപ്പൂവിനകത്ത് വെക്കുകയാണ് കേട്ടോ. വെച്ച് നല്ലതായിട്ട് മടക്കിയിട്ട് കണ്ട് ഇതുപോലത്തുള്ള കുഞ്ഞു നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണാം, കറിക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് തൊട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് അങ്ങ് വെച്ചിരുന്നത്. അതിൽ കൊള്ളത്തില്ലേ അതിനുണ്ടാവും. ഇതിൻ്റെ വാഴയില ഇച്ചിരി വലുതായിരുന്നു. ഓക്കെ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റായിട്ട് വെച്ചിട്ട് ഇനി ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതങ്ങോട്ട് തുറക്കുമ്പോൾ എന്താ മണമെന്നറിയാമോ. അപ്പോൾ ഇത് വെച്ചിട്ടിടാം. ഇപ്പം രാത്രിയിലിപ്പം ഇതിനകത്തിരുന്നപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം, ഇറിറ്റേഷനും എന്തൊക്കെയോ. അപ്പം ഞാൻ മോനോട് നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഓരോന്നിങ്ങനെ ചിന്തിച്ച് ഒക്കെ ആയിരിക്കും. അത് വേണ്ടപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അവിടെ നമുക്ക് ഞാൻ വേണേൽ ഇത് കൊടുക്കാഞ്ഞത് നമ്മൾ രാത്രിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ വന്നിട്ട് വീട്ടിലോട്ടൊക്കെ വന്ന് അങ്ങനെ വെച്ചിട്ട് ദോശയൊക്കെ ചൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശയൊക്കെ ചൂടിപ്പം പാട്ടൊക്കെ നടത്ത അമ്പലത്തിൽ ഉത്സവമൊക്കെയാണ് കേട്ടോ. നാളെയാണ് ഉത്സവം. ഇന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നാളെ വന്ന് തൊഴുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ദോശയൊക്കെ തൊട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകണം. തൊട്ടിതാണ്ട് ദോശ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ നല്ല ചൂട് നല്ല ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിവേപ്പിലൊക്കെ അരച്ചില്ലേ വെച്ചാ പറഞ്ഞു തരത്തില്ല അങ്ങോട്ട്. പാചകക്കാരുടെ ട്രിക്ക് വേണ്ട. കൊച്ചുള്ളി, തേങ്ങ, ഉപ്പ് ഇത്രേ ഉള്ള പരുവത്തിന് അരച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇച്ചിരി മുളക് പൊടി മേളിലൊന്ന് തൂകി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് നനത്തി എടുത്ത് ഇത്രേ ഉള്ളു അല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ടേസ്റ്റ് ഉണ്ട് ചമ്മന്തിക്ക്. നല്ല ടേസ്റ്റ്. എത്ര കൊച്ചുള്ളി എടുത്ത്? 5 അരമുറി തേങ്ങ. അയ്യോ എണ്ണയൊക്കെ മറന്നുവിടാ. ഇല്ല കുളമാക്കില്ല, റെഡിയാക്കി ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ ആ ഒരു ടെൻഷനും അവരൊക്കെ ഇതൊക്കെ ഒന്ന് കുഴപ്പമില്ല. പിന്നെ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുക. അപ്പം ഓക്കെ, ബൈ.